ഫ്രഷ് കട്ട് എന്ന സ്ഥാപനം അടച്ചുപൂട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇക്കഴിഞ്ഞ 6 വർഷമായി ഈ 4 പഞ്ചായത്തിലെയും ജനങ്ങൾ വലിയ തോതിലുള്ള സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ മാസം 21-ാം തീയതി ഈ സ്ഥാപനത്തിനെതിരെ നടത്തിയിട്ടുള്ള സമരത്തിന് നേരെ പോലീസ് ഭീകരമായ അതിക്രമം നടത്തുകയും അവരെ ക്രൂരമായി അടിച്ച് പരിക്കേൽപ്പിക്കുകയും ഒക്കെ ചെയ്ത ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനുശേഷവും ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായിട്ടാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഭരണകൂടവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ്, ഈ സ്ഥാപനത്തിനെതിരെയുള്ള എല്ലാ ആക്ഷേപങ്ങളും പരിഹരിച്ചുകൊണ്ടാണ് ഫ്രഷ് കട്ട് എന്ന സ്ഥാപനം മുന്നോട്ട് പോകുന്നത് എന്നാണ്. എന്നാൽ വിവിധ പഞ്ചായത്തുകൾ, അത് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്താവട്ടെ, താമരശ്ശേരി പഞ്ചായത്താവട്ടെ, കട്ടിപ്പാറ പഞ്ചായത്താവട്ടെ, ഓമശ്ശേരി പഞ്ചായത്താവട്ടെ, ഈ 4 പഞ്ചായത്തുകളുടെയും സെക്രട്ടറിമാർ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ എന്റെ കൈവശമുണ്ട്. ഈ 4 പഞ്ചായത്തിലെയും സെക്രട്ടറിമാർ പറയുന്നത് ഈ അറവ് മാലിന്യ കേന്ദ്രങ്ങളിൽ നിന്ന് രൂക്ഷമായ ഗന്ധം ആ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതോടൊപ്പം ഇരുതുള്ളിപ്പുഴ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിനോട് ചേർന്നുള്ള പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീസറില്ലാത്ത വാഹനങ്ങളിൽ അറവ് മാലിന്യങ്ങൾ ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതെല്ലാം 4 ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ നൽകിയ റിപ്പോർട്ടിന്റെ കോപ്പിയാണ് എന്റെ കൈവശമുള്ളത്. അതോടൊപ്പം ജില്ലാ ശുചിത്വ മിഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട്, തഹസിൽദാർ തയ്യാറാക്കിയ റിപ്പോർട്ട്, ഈ റിപ്പോർട്ടുകളുടെ കോപ്പി എല്ലാം എന്റെ കൈവശമുണ്ട്. ഇതിനകത്തെല്ലാം വളരെ കൃത്യമായി പറയുന്നത് ഈ അറവ് മാലിന്യ കേന്ദ്രം നിയമാനുസൃതമല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം DLFMC യോഗം, ഡിസ്ട്രിക്ട് ലെവൽ ഫെസിലിറ്റേറ്റർ ആൻഡ് മോണിറ്ററി കമ്മിറ്റി, ഈ DLFMC, ഈ യോഗത്തിന്റെ നടപടിക്രമത്തിൽ വളരെ കൃത്യമായി പറയുന്നു, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി NIT-യുമായി ഒരു കരാറുണ്ടാക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും NIT ഈ സ്ഥാപനവുമായി, ഈ സ്ഥാപനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ഒരു MOU സൈൻ ചെയ്യുന്നതിന് വേണ്ടി NIT തയ്യാറാവുകയും ചെയ്തു. NIT നിർദ്ദേശിച്ച പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം NIT-യെ സമീപിക്കാനാണ് സ്ഥാപനത്തോട് നിർദ്ദേശിച്ചത്. എന്നാൽ നാളിതുവരെയായി ഈ ഫ്രഷ് കട്ട് എന്ന് പറയുന്ന സ്ഥാപനം ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് NIT-യെ സമീപിച്ചിട്ടില്ല എന്ന് പറയുന്ന ജില്ലാ കളക്ടർ ഒപ്പുവെച്ച മിനിറ്റ്സിന്റെ കോപ്പിയും ഞങ്ങളുടെ കൈവശമുണ്ട്. അപ്പൊ എല്ലാ രേഖകളും, ബന്ധപ്പെട്ട എല്ലാ പ്രാദേശിക ഭരണകൂടങ്ങളും വിദഗ്ധ സമിതിയുമൊക്കെ ഈ മാലിന്യ കേന്ദ്രം നിയമാനുസൃതമല്ല പ്രവർത്തിക്കുന്നത് എന്ന് പറയുകയും, എന്നാൽ കേരളത്തിലെ ഒരു മന്ത്രി ശ്രീ MP രാജേഷിനെ പോലെയുള്ള ഒരാൾ ഇത് നിയമാനുസൃതമാണ് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്ന് പറയുന്നത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ്? മാത്രമല്ല, MP രാജേഷ് പറയുന്നത് അക്രമത്തെ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ്. ഈ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അക്രമങ്ങളെ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല, അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ്. ശ്രീ MP രാജേഷ് DYFIയുടെ നേതാവായിരുന്ന സമയത്ത് നടത്തിയ അക്രമങ്ങളുടെ 100-1 അക്രമ സംഭവങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്തെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അക്രമം നടത്തിയത് പൂർണ്ണമായും പോലീസാണ്. കാരണം കഴിഞ്ഞ 6 വർഷമായി സമരം ചെയ്തു. ഞങ്ങൾ യൂത്ത് ലീഗ്, കോഴിക്കോട് ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ സമരം നടത്തിയിട്ടുണ്ട്. പ്രാദേശികമായി യൂത്ത് ലീഗ് ഒട്ടനവധി സമരങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്.
ആ പ്രദേശത്തെ ജനങ്ങൾ കഴിഞ്ഞ 6 വർഷമായി നിരന്തരമായി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമരത്തിൽ പങ്കെടുത്തതാണ്. ഒരു ദിവസം പോലും അക്രമം ഉണ്ടായിട്ടില്ല. എന്നാൽ കണ്ണൂർ IG യതീഷ് ചന്ദ്രയും അതുപോലെ വടകര SP ബൈജുവും ഈ രണ്ടുപേർ നേരിട്ടെത്തിയാണ് അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളതിന്റെ ദൃശ്യങ്ങൾ കണ്ണൂർ DIG യതീഷ് ചന്ദ്രയും വടകര SP-യും നേരിട്ട് സംഭവ സ്ഥലത്തെത്തി ഈ അക്രമങ്ങൾക്ക് നേരിട്ട് കൊടുക്കുകയാണെന്നുള്ളത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ആ പ്രദേശത്തെ താമരശ്ശേരി സർക്കിളിലെയും ഒക്കെ പോലീസുകാർ സംയമനം പാലിക്കുന്ന സമയത്ത് വടകര SP ബൈജു പോലീസിൽ നിന്ന് ദൂരെ നിന്ന്, പോലീസുകാരൊന്നും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്നില്ല, ഇദ്ദേഹം മുമ്പിലേക്ക് വന്ന് ടിയർ ഗ്യാസും ഗ്രനേഡും ഒക്കെ എറിയുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ എന്റെ കൈവശമുണ്ട്. മാധ്യമങ്ങൾക്ക് അത് നൽകാം. അപ്പൊ ഈ അക്രമങ്ങളൊക്കെ നടത്തുന്നത് ആരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്? 2 കാര്യമാണ്. ഒന്ന്, ഈ സ്ഥാപനത്തെ സംരക്ഷിക്കുക. ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് പകരമായി ഒരു സ്വകാര്യ സ്ഥാപനത്തെ അവർക്ക് അനുവദിച്ചതിലും കൂടുതൽ മാലിന്യങ്ങൾ അവിടെ കൊണ്ടുവന്ന് സംസ്കരിക്കുമ്പോൾ കിട്ടുന്ന കൊള്ളലാഭം, ആ കൊള്ളലാഭത്തിന് കൂട്ടുനിൽക്കുക. രണ്ടാമത്തെ കാര്യം, ഈ 4 പഞ്ചായത്തും ഭരിക്കുന്നത് UDF ആണ്. താമരശ്ശേരിയും കട്ടിപ്പാറയും ഓമശ്ശേരിയും കോടഞ്ചേരിയും, ഈ 4 പഞ്ചായത്തും ഭരിക്കുന്നത് UDF ആണ്. പഞ്ചായത്ത് ഇലക്ഷൻ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. നാളെയോ മറ്റന്നാളോ പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കും. അപ്പോൾ ഈ 4 പഞ്ചായത്തിൽ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി UDF പ്രവർത്തകരെയൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറ്റി നിർത്തുക. ഇപ്പൊ പോലീസ് തയ്യാറാക്കിയ FIR, ഈ FIR-ൽ 21 പേരെയാണ് പോലീസ് പ്രതികളായി പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പുറമെ കണ്ടാൽ അറിയാവുന്ന 300ഓളം ആളുകളുടെ പേരിലും കേസെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 300ഓളം ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് ആ പ്രദേശത്ത് ആർക്കും അറിയില്ല. 4000-ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ വിവിധ വീടുകളിൽ പോലീസ് രാത്രിയും പകലുമൊക്കെ കയറി ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി. ആരാണ് പ്രതികളെന്ന് പോലും അറിയാത്തത് കൊണ്ട് സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും പ്രദേശത്ത് നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ. കുട്ടികൾ പോലും സ്കൂളിൽ പോകുന്നില്ല എന്ന വാർത്ത കഴിഞ്ഞ ദിവസം നിങ്ങൾ മാധ്യമങ്ങളിൽ വാർത്തയാക്കി. പള്ളിയിൽ നമസ്കാരത്തിന് ആളില്ല, ചർച്ചിൽ പ്രാർത്ഥനയ്ക്ക് ആളുകൾ പോകുന്നില്ല. ഒരു പ്രദേശം മുഴുവനും ഭീകരാന്തരീക്ഷം. ഈ 4 പഞ്ചായത്തിലെയും മഹാഭൂരിപക്ഷം വരുന്ന UDF പ്രവർത്തകർ താമസിക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ UDF പ്രവർത്തകരൊക്കെ ഒളിവിൽ താമസിക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ഇങ്ങനൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന്റെ പിന്നിൽ 2 താല്പര്യം. ഒരേ സമയം UDF പ്രവർത്തകരെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറ്റി നിർത്തുക, അതോടൊപ്പം ഈ ഫ്രഷ് കട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിന് അവിടെ യഥേഷ്ടം പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് ജില്ലാ കളക്ടറെ ഒരു ഫ്രഷ് കട്ടിന്റെ പാർട്ണറെ പോലെ പ്രവർത്തിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയത്. അതുപോലെ കണ്ണൂർ DIG-യും വടകര SP-യും ഒക്കെ നേരിട്ട് അക്രമമൊന്നും ഇല്ലാത്തൊരു സമരസ്ഥലത്തേക്ക് വന്ന് മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കി പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. കോഴിക്കോട്ടെ 2 മന്ത്രിമാരുണ്ട്. ഒന്ന് PA മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും. ഈ 2 പേരും ഈ വിഷയത്തിൽ ഇതുവരെ വാ തുറന്നിട്ടില്ല. 4000 കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ ഈ 2 മന്ത്രിമാർ നാളിതുവരായി ഒരു അക്ഷരം മിണ്ടാനോ ആ സംഭവ സ്ഥലത്ത് പോയി ജനങ്ങളെ ഒന്ന് കേൾക്കാനോ തയ്യാറായിട്ടില്ല. 2 നിയോജകമണ്ഡലങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് തിരുവമ്പാടി, കൊടുവള്ളി. തിരുവമ്പാടി MLA അവിടെ പോയി ചില നാടകങ്ങളൊക്കെ കളിച്ചു. ഞാൻ ചോദിക്കുന്നത്, സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ആളാണല്ലോ തിരുവമ്പാടി MLA. അദ്ദേഹം വിചാരിച്ചാൽ, അദ്ദേഹത്തിന്റെ പാർട്ടി വിചാരിച്ചാൽ, അദ്ദേഹത്തിന്റെ ഭരണകൂടം വിചാരിച്ചാൽ 1 മിനിറ്റ് കൊണ്ട് അടച്ചുപൂട്ടാനുള്ള ഉത്തരവിറക്കാൻ കഴിയുന്ന അധികാരമുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന തിരുവമ്പാടി MLA അവിടെ പോയി നാടകം കളിച്ച പോരാ, ആ സ്ഥാപനം അടച്ചുപൂട്ടിക്കണം.
അപ്പൊ ഒരു ഭാഗത്ത് ഇരകളോടൊപ്പം നിൽക്കുന്നു എന്ന് അഭിനയിക്കുക, മറുഭാഗത്ത് വേട്ടക്കാരോടൊപ്പം ഓടുക. ഇതാണ് CPM ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ തിരുവമ്പാടി MLA ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യൂത്ത് ലീഗിന് പറയാനുള്ളത്, ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാനാണ്. അവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് രൂക്ഷമായ ഗന്ധമുണ്ടാക്കി ഞങ്ങളൊക്കെ നേരിട്ട് അനുഭവിച്ചതാണ് ആ ഗന്ധം, ദുർഗന്ധം. അത് തുറന്ന് പ്രവർത്തിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമെങ്കിൽ കോഴി മാലിന്യവുമായി, അറവ് മാലിന്യവുമായി കോഴിക്കോട്ടെ 2 മന്ത്രിമാരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ യൂത്ത് ലീഗ് തീരുമാനിച്ച വിവരം അറിയിക്കുകയാണ്. ഈ കോഴി മാലിന്യത്തിന്റെ ഗന്ധം, എത്രത്തോളം ദുർഗന്ധം എത്രമാത്രം ഉണ്ടാകുമെന്ന് ഈ കോഴിക്കോട്ടെ 2 മന്ത്രിമാർ മനസ്സിലാക്കട്ടെ. അതുകൊണ്ട് 2 ജാഥകളായി ഈ കേന്ദ്രം തുറന്നു പ്രവർത്തിച്ചാൽ, ഈ അറവ് മാലിന്യ കേന്ദ്രം തുറന്നു പ്രവർത്തിച്ചാൽ 2 ജാഥകളായി അറവ് മാലിന്യവുമായി ഈ 2 മന്ത്രിമാരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തും എന്ന തീരുമാനം ഇവിടെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തത്. അക്രമം നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം പുറത്തു നിന്നുള്ള ആൾക്കാർ വന്ന് അക്രമം നടത്തിയിട്ടില്ല. നമ്മളവിടെ ദൃശ്യങ്ങൾ പലതും കണ്ടതാണ്. പോലീസ് ഓക്കെ, അതിന് മുമ്പ് അവിടെ ഒരു അക്രമം ആസ്വദിക്കുന്നു. കാരണം ഈ സമരം വളരെ ശാന്തമായി പോയിരുന്ന ഒരു സമരമാണ്. നമ്മളൊക്കെ അവിടെ പോയി റിപ്പോർട്ട് ചെയ്തത് അവർ വളരെ മര്യാദയോട് കൂടിയിട്ട് ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. ആ സമരം ഹൈജാക്ക് ചെയ്തു. SDP എന്നൊക്കെ പറയുന്നത്, പക്ഷെ ആരോ ഹൈജാക്ക് ചെയ്തു എന്നുള്ള വസ്തുതയില്ല. ആരാണ് ഹൈജാക്ക് ചെയ്തത്? ഇപ്പോ ആ സമരം 21-ാം തീയതി രാവിലെ മുതൽ ആരംഭിച്ച സമരം വൈകുന്നേരം ഈ പറയുന്ന SP-യും അതുപോലെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും വരുന്നത് വരെ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പങ്കെടുത്ത ഒരു സമരത്തിലേക്ക് ടിയർ ഗ്യാസ് എറിഞ്ഞാൽ, ഗ്രനേഡ് എറിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ ജനങ്ങൾ പാനിക്കാവില്ലേ? ഒരു സംഘർഷത്തിന്റെ അവസ്ഥയുണ്ടാവില്ലേ? ജനങ്ങൾ പ്രതികരിക്കില്ലേ? അതല്ലാതെ ഏതെങ്കിലും തരത്തിലൊരു അക്രമം നടത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏതെങ്കിലും പോലീസുകാരന് പരിക്കേറ്റിട്ടുണ്ടോ? പ്ലാന്റിന് നേരെ എന്ത് അക്രമം നടത്തിയത്? അതാരാ നടത്തിയത്? പോലീസ് പരിശോധിക്കട്ടെ. കാരണം പ്ലാന്റ് കത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്ലാന്റ് തകർക്കണമെങ്കിൽ കഴിഞ്ഞ 6 വർഷമായി ജനങ്ങൾക്ക് സാധിക്കുമായിരുന്നു. അപ്പൊ അതിനെന്തിനാണ്? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇനി ഏതെങ്കിലും ആളുകൾ പ്ലാന്റിന് പുറത്തുനിന്നുള്ള ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലീസ് അത് പരിശോധിച്ച് പോലീസ് അത്തരം ആളുകളെ കണ്ടെത്തട്ടെ. അതിന് പകരമായി ആ പ്രദേശത്തെ ആളുകളുടെ വീടുകളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് എന്തിനാണ്? അതിന്റെ മറവിൽ പുറത്തുനിന്നുള്ള ആളുകൾ വന്ന സമരത്തിൽ ഏതെങ്കിലും നിലക്കുള്ള പ്രകോപനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പോലീസ് പരിശോധിക്കുന്നതിന് ആ പ്രദേശത്തുള്ള ആളുകളും എതിരല്ല. അതിന് പകരമായി ഈ 4000-ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന, അതായത് അവരുടെ സമരം എന്താണ്? അവർക്ക് ജനിച്ച മണ്ണിൽ അവർക്ക് ജീവിക്കണം. മൂക്കുപൊത്തി ഓരോ ദിവസവും വീട്ടിൽ കഴിയുന്ന അവസ്ഥ നമുക്ക് പോലും ആലോചിക്കാൻ കഴിയില്ല. അപ്പൊ ആ പ്രദേശത്തെ ജനങ്ങളെ സമരം ന്യായമാണ്. ആ ന്യായം മുഖവിലക്കെടുക്കുന്നതിന് പകരം ആ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാൻ നിരന്തരമായി ഉത്തരവുകൾ കൊടുക്കുകയാണ് സംസ്ഥാന ഭരണകൂടം. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ പഞ്ചായത്തിന്റെ റിപ്പോർട്ടുകൾ എന്റെ കൈവശമുണ്ട്. അവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഗന്ധമുണ്ട്, ദുർഗന്ധമുണ്ട്, പുഴയിലേക്ക് ഇരുതുള്ളി പുഴയിലേക്ക് അവർ മലിനജലം ഒഴുക്കുന്നുണ്ട്. അപ്പൊ ഈ റിപ്പോർട്ടുകൾ, പ്രാദേശിക ഭരണകൂടത്തിന്റെ റിപ്പോർട്ടുകൾ, പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ റിപ്പോർട്ടുകൾ എന്താണ് ഈ നാട് ഭരിക്കുന്ന സർക്കാർ കാണാത്തത്? ഒരു അക്രമമുണ്ട് എന്ന് കാണിച്ചിട്ട് ഈ ന്യായമായ സമരത്തെ, അവരുടെ ആവശ്യത്തെ നിരാകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്. അതിനെ വേറെ രീതിയിൽ കാണട്ടെ. മാത്രമല്ല 3 പഞ്ചായത്ത് മെമ്പർമാർ അവരെ പ്രതികളാക്കിയിരിക്കുന്നു. അതിനകത്തൊരു CPM-ന്റെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട്. അദ്ദേഹം യഥേഷ്ടം അവിടെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു നിയമം, ഈ കേസിൽ പ്രതികളായ മറ്റുള്ള ആളുകൾക്ക് വേറെ നിയമം എന്നാണോ? അപ്പൊ ഇതിനകത്തൊക്കെ വലിയ നാടകങ്ങൾ, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ കാപട്യങ്ങൾ, ഇരട്ടത്താപ്പ്, UDF പ്രവർത്തകരോട് ഒരു നിലപാട്, ഈ സമരത്തിൽ തന്നെ പ്രതികളായിട്ടുള്ള CPM പ്രവർത്തകരോട് മറ്റൊരു നിലപാട് എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവാണ്. ആരാണ് യഥാർത്ഥ പ്രതികൾ? ഈ പറഞ്ഞതുപോലെ, നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പ്ലാന്റ് തീവച്ച ആളുകളെ പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കാര്യം പറയട്ടെ. അതിനു പകരം ഒരു പ്രദേശം മുഴുവനും ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി ഇരുട്ടിൽ നിർത്തിയിട്ട് ഈ പഞ്ചായത്ത് ഇലക്ഷനെ മുഴുവൻ അട്ടിമറിക്കാം എന്നാണ് ഈ സർക്കാർ വിചാരിക്കുന്നെങ്കിൽ അത് നടപ്പില്ല. ഈ സമരം ഞങ്ങളൊക്കെ ഏറ്റെടുക്കും. ആ പ്രദേശത്തെ ജനങ്ങൾ മാത്രമാവില്ല, അവരുടെ കൂടെ ഞങ്ങളുണ്ടാവും. അതിന്റെ ആദ്യഘട്ടം എന്ന നിലക്കാണ് പ്ലാന്റ് തുറക്കുന്ന ഒരു ഘട്ടം വന്നാൽ
കോഴി മാലിന്യവുമായിട്ട് ഞങ്ങൾ ഈ രണ്ട് മന്ത്രിയുടെ ഓഫീസിലേക്ക് സമരം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. കോഴിക്കോട് ജില്ലയിലെ ഒരേ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രമാണ്. എന്തുകൊണ്ടാണ് കോഴിക്കോട് ജില്ലയിൽ ഒരു മാലിന്യ കേന്ദ്രമായി മാറിയത്? തൊട്ടടുത്ത ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് 14ഓളം അറവുമാലിന്യ കേന്ദ്രം ഉണ്ടാകുമ്പോൾ എങ്ങനെ കോഴിക്കോട് ജില്ലയിൽ ഒന്ന് മാത്രമായി? വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല എന്നൊരു തീരുമാനം എവിടെ നിന്ന് എടുത്തു? ഒരു സ്ഥാപനത്തിന് മാത്രം മൊണോപ്പൊളി ആകുന്നത് എങ്ങനെയാണ്? ആ സ്ഥാപനത്തിൽ നിന്ന് ലൈസൻസ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്കൊരു ഈ ചിക്കൻ സ്റ്റാൾ തുടങ്ങാൻ പാടുള്ളൂ എന്നൊരു നിയമം ആരാണ് എഴുതി വെച്ചത്? അപ്പൊ ഈ ഒരു സ്ഥാപനത്തിന് കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടി ആരൊക്കെയോ ഒരു സിസ്റ്റം മുഴുവനും അനുകൂലമായി പ്രവർത്തിക്കുക, സംസ്ഥാന ഭരണകൂടം അതിന് അനുകൂലമായി നിൽക്കുക. ഇതല്ലേ ഇപ്പൊ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നടക്കുന്നത്? വളരെ ഗൗരവമായിട്ടൊരു വിഷയമല്ലേ? അപ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം കളക്ടർ ചോദിക്കുന്നത് കേട്ടു, ഇത് ഈ മറവ് മാലിന്യമൊക്കെ പിന്നെ എന്ത് ചെയ്യുന്നു? ഈ പാവങ്ങളെയാണ് ബുദ്ധിമുട്ടിക്കേണ്ടത്, അതിന് ശാസ്ത്രീയമായ പരിഹാരം കാണണം. ഇപ്പോൾ ചെയ്യുന്നത് ശാസ്ത്രീയമല്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ശാസ്ത്രീയമായ പരിഹാരം ഉണ്ടാക്കണം. അതിനല്ലേ ഒരു സർക്കാർ സംവിധാനം. ഈ കോഴി മാലിന്യം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ മാത്രം ഉള്ള കാര്യമാണ്, അല്ലെ കേരളത്തിൽ മാത്രമാണ്? ലോകത്ത് മുഴുവനില്ലേ? അവിടെയൊക്കെ സംസ്കരിക്കുന്നില്ലേ? ആ സംസ്കരിക്കുന്ന മാതൃക ഇവിടെ ഡച്ച് മാതൃകയിലും ഒക്കെ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി പോയ മുഖ്യമന്ത്രിയൊക്കെ ഉണ്ടല്ലേ നമ്മുടെ നാട്ടില്? ഒന്നും നാട്ടിൽ ഉണ്ടായിട്ടില്ല. അവരൊക്കെ വിദേശ യാത്രകൾ ഒരുപാട് നടത്തുന്നുണ്ടല്ലോ. കോടികൾ. പി രാജീവ് വ്യവസായ മന്ത്രി യൂറോപ്പിൽ പോകാൻ വേണ്ടി 10 കോടിയാണ് അദ്ദേഹത്തിന് വേണ്ടി അനുവദിച്ചത്. വേറെ 14 ലക്ഷം മുടക്കിയിട്ട് മെസ്സിയെ ക്ഷണിക്കാൻ പോയ ഒരാളവസ്ഥ നമുക്ക് ഇവിടെ അറിയാം. അപ്പൊ വിദേശത്ത് ഇവരിങ്ങനെ പലതവണ പോയ ആൾക്കാരുണ്ടല്ലോ. ഇവരൊക്കെ അവിടെയുള്ള ഇത്തരം മാലിന്യ കേന്ദ്രങ്ങളൊന്നും കണ്ടുപഠിച്ച് മനസ്സിലാക്കിയില്ലേ? ഈ പാവങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പണിയാണോ ഇവരാകെ പഠിച്ചൊരു കാര്യം? ഈ ഫ്രഷ് കട്ട് മാത്രമാണ് അതിന് പരിഹാരമായിട്ടുള്ളത്. അത് 6 വർഷമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ 6 വർഷം ഈ സമരക്കാർ ഇത് പറയുമ്പോൾ ക്വാണ്ടിറ്റി കുറയ്ക്കാം എന്ന് പറയുകയും ആദ്യത്തെ 1-2 ദിവസം ക്വാണ്ടിറ്റി കുറയ്ക്കുകയും, ഇതൊക്കെ സ്വകാര്യ ആളുകളെ ഏൽപ്പിച്ചാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സ്വകാര്യ മുതലാളിമാരുടെ താല്പര്യം എന്താണ്? ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവർക്ക് ഈ മാലിന്യം സംസ്കരിക്കുക, കോഴിക്കോട് ജില്ലയിലെ മാലിന്യം സംസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുതലാളിമാർ വന്നതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അവർ പണമുണ്ടാക്കാൻ വേണ്ടി വന്നവരാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ടണ്ണ് സംസ്കരിച്ചാൽ അവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാവും. പുഴയിലേക്ക് ഒഴുകിയാൽ അവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാവും. കുഴി കുത്തി അവിടെ തള്ളിയാൽ കൂടുതൽ ലാഭം ഉണ്ടാവും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ സ്വകാര്യ മുതലാളിമാരെ ഏൽപ്പിക്കാൻ പാടുണ്ടോ? ഇനി ഏൽപ്പിച്ചാൽ തന്നെ അതിന്റെ മോണിറ്ററിംഗ് സർക്കാർ ചെയ്യേണ്ടതില്ലേ എന്നൊക്കെയാണ് ഈ സംഭവങ്ങളിലൂടെ നമുക്ക് ബോധ്യമാകുന്നത്. അപ്പൊ 6 കൊല്ലമായി ഇവർ പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു വാഗ്ദാനവും അവർ തരേണ്ട കാര്യമില്ല. കാരണം 6 കൊല്ലമായിട്ട് അവർ പാലിക്കാത്ത കാര്യം ഇനി പാലിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഇനി അത് അടച്ചുപൂട്ടുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്. അത് മറ്റുള്ള സ്ഥാപനങ്ങൾക്കൊരു സന്ദേശം കൊടുക്കും. അതായത് സർക്കാർ പറയുന്ന ലിമിറ്റിനനുസരിച്ചുള്ള ടണ്ണ് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ എത്ര കോടി മുതൽ മുടക്കിയാലും നിങ്ങൾക്ക് അടച്ചുപൂട്ടേണ്ടി വരും എന്നൊരു സന്ദേശം കൊടുക്കാനുള്ള ഒരു സ്ഥാപനമായി, അതിനുള്ള ഒരു അടയാള ചിഹ്നമായി ഈ ഫ്രഷ് കട്ട് അവിടെ കാലാകാലം നിലനിൽക്കട്ടെ. അതുകൊണ്ട് അത് അടച്ചുപൂട്ടണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇനി കുറയ്ക്കുമെന്ന് പറയുന്നതിൽ അർത്ഥമല്ല. ഈ മന്ത്രി അബ്ദുൾ റഹ്മാൻ തട്ടിപ്പ് നടത്തുന്നു കഴിഞ്ഞ പ്രാവശ്യം ഫിറോസ് ഭയങ്കരമായിട്ട് പറഞ്ഞു. അതിന്റെ അവസ്ഥ എന്താണ്? അതിനെതിരെ അങ്ങനെ സമരത്തെ പ്രഖ്യാപിച്ച് നടപടികളിലേക്ക് പോകുന്നു. അതായത് മൂപ്പര് പറഞ്ഞപ്പോൾ പുതിയൊരു മെയിൽ വന്നിട്ടുണ്ടെന്നാണ്. അത് ചെന്നൈ മെയിലാണെന്ന് അറിയില്ല. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിൽക്കുന്ന സമയത്ത് ചെന്നൈ മെയിലൊക്കെ കാണാറുണ്ട്. അപ്പൊ ചെന്നൈ മെയിൽ വന്നിട്ടാണോ അദ്ദേഹം പറഞ്ഞെന്നറിയില്ല. മാത്രമല്ല ഈ മെയിൽ ഞാൻ ആർക്കും കാണിച്ചു തരില്ല. എനിക്കിതിൽ ഒരു നിലപാടെടുക്കേണ്ടി വരും, മെസ്സിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരും എന്നൊക്കെയാണ് അദ്ദേഹം അവിടെ വെല്ലുവിളിച്ചത്. അതായത് ജനങ്ങളെങ്ങനെ കൊഞ്ഞനം കുത്തുക. മാത്രമല്ല ഇപ്പോ ഈ കലൂർ സ്റ്റേഡിയം പുതിയ കരാറുണ്ടാക്കാൻ പോകുന്നു എന്ന് കേട്ടു. അപ്പോൾ ജനങ്ങൾ ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ കലൂർ സ്റ്റേഡിയം ഒക്കെ പോയിട്ടുണ്ടാവുമായിരുന്നു. ഇപ്പൊ പുതിയ കരാറുണ്ടാക്കുന്ന എന്തിന്റെ പേരിലാണ്? അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കരാറില്ലാതെയാണോ ഈ സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയത്? ഈ നാണം കെട്ട ഏർപ്പാട്. മാത്രമല്ല കോഴിക്കോട് കേന്ദ്രമാക്കി ഒരു അന്താരാഷ്ട്ര ഫിഫ നിലവാരത്തിലുള്ള സ്റ്റേഡിയം പണിയും. ആ സ്റ്റേഡിയം കാണിച്ചിരുന്നവർക്ക് 1 കോടി രൂപ യൂത്ത് ലീഗ് ഞാൻ പ്രഖ്യാപിക്കാം. കോഴിക്കോട്ടെ
കേന്ദ്രമാക്കിയിട്ടുള്ള അന്താരാഷ്ട്ര ഫിഫ റാങ്കിലുള്ള അന്താരാഷ്ട്ര സ്റ്റേഡിയം. അവിടെ മെസ്സി കളിക്കുന്നവരെ പ്രഖ്യാപിച്ചു കളഞ്ഞു. ഇവിടെ കലൂർ സ്റ്റേഡിയത്തിൽ മര്യാദക്ക് കസാരടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മെസ്സി ഇനി കേരളത്തിൽ വരാൻ ഒറ്റ വഴിയുള്ളൂ. ഈ കായിക മന്ത്രിയും ഈ സ്പോൺസറും തള്ളിയ കാര്യങ്ങൾ അർജന്റീന ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മെസ്സിക്ക് അയച്ചു കൊടുക്കുക. മെസ്സി കേട്ടവരെ രണ്ടാളെ ഓരോന്ന് കൊടുക്കാൻ വേണ്ടി നിർബന്ധമായിട്ട് കേരളത്തിൽ വരും. ഇനി കേരളത്തിൽ വരാൻ ആ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹം കേരളത്തിൽ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ജനങ്ങളും വിശ്വസിക്കുന്നില്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പാർലമെന്ററി ബോർഡിലൊക്കെ യൂത്ത് ലീഗുകാരില്ല. ഇപ്പൊ കോഴിക്കോട് ജില്ലയിൽ പോലും ഇല്ലാന്ന് പറയുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് ഒരു പ്രാതിനിധ്യം കിട്ടാതെ പോകുന്നത്? ഞങ്ങള് ഈ പാർലമെന്ററി ബോർഡിന്റെ പ്രാതിനിധ്യത്തെക്കാൾ അപ്പുറത്തേക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ യുവജന പ്രാതിനിധ്യത്തിനാണ് പാർട്ടി തീരുമാനിച്ചത്. കഴിഞ്ഞ തവണ 3 ടേം കർശനമാക്കിയ ഒരു തീരുമാനം കൊണ്ടുവന്നു. പാർലമെന്ററി ബോർഡ് എന്നൊക്കെ പറയുന്നത് ഒരു സാങ്കേതികമായിട്ടുള്ളൊരു സംവിധാനം മാത്രമാണ്. അല്ല, അത് കർശനമായ ഉപാധികളോടെയാണുള്ളത്. അതായത് 3 ടേം മത്സരിക്കുകയും കഴിഞ്ഞ തവണ പാർട്ടി ആവശ്യപ്പെട്ടത് പ്രകാരം മാറി നിൽക്കുകയും ചെയ്ത ആളുകളെ മറ്റൊരു സ്ഥാനാർത്ഥിയുടെയും പേര് ഉയർന്നു വരാത്തൊരു ഘട്ടം വരികയും ഇത്തരമൊരാളുടെ പേര് യുനാനിമസ് ആയി തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യം വളരെ പരിമിതമായിരിക്കും. മലപ്പുറം വേങ്ങര ഡിവിഷനിലൊക്കെ പി കെ എസ് എന്ന് പറയുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ജ്യേഷ്ഠ മകനാണ്. അദ്ദേഹം വീണ്ടും സ്ഥാനാർത്ഥിയാവുന്നു, ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവുന്നു എന്നൊക്കെ പറയാം. അങ്ങനെയൊന്നും പാർട്ടി തീരുമാനിച്ചിട്ടില്ല. കൊണ്ടുവരാൻ വേണ്ടി അതൊക്കെ അടിസ്ഥാനരഹിതമായിട്ടുള്ള മാധ്യമങ്ങളുടെ ഭാവന മാത്രമാണ്. അത്തരം തീരുമാനങ്ങളൊന്നും ഏതെങ്കിലും വ്യക്തികളെയൊന്നും പാർട്ടി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഭാവനയിൽ നിന്നാണ്. ഏതെങ്കിലും വ്യക്തികളെ സ്ഥാനാർത്ഥിയായി പാർട്ടി പ്രഖ്യാപിക്കുന്ന സമയത്ത് അതിന്റെ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഭാവനയിൽ നിന്ന് എങ്ങനെയാണ് നമുക്കൊരാളുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം? അത് നിങ്ങളുടെ ഭാവനയാണ്. അത് മെസ്സി വരും എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ഭാവന മാത്രമാണ്. അതായത് ഈ വെള്ളം ചേർത്തിട്ടില്ല. അതായത് കഴിഞ്ഞ തവണ ഞാൻ പറയട്ടെ, നിങ്ങൾ ചോദ്യം വളരെ വ്യക്തമാണല്ലോ. അതായത് കഴിഞ്ഞ തവണ 3 ടേം കർശനമാക്കിയ സമയത്ത് ചില പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഏറ്റവും അനിവാര്യരായ ആളുകൾ ഉണ്ടാവുകയും മറ്റ് സ്ഥാനാർത്ഥികളുടെ പേരുകളൊന്നും ഉയർന്നു വരാതിരിക്കുകയൊക്കെ ചെയ്ത ചില അപൂർവ സ്ഥലങ്ങളുണ്ട്. അല്ലല്ല, അത്ര അപൂർവ സ്ഥലങ്ങളിൽ അവരെ പാർട്ടി ചിഹ്നം പോലും കൊടുക്കാതെ മത്സരിപ്പിക്കേണ്ട ഒരു സ്ഥിതി വന്നു. വളരെ അപൂർവ സ്ഥലങ്ങളിൽ 1, 2, 3 സ്ഥലങ്ങളിൽ. അപ്പൊ അത് ഇത്തവണ നിയമാനുസൃതമാക്കി. അതായത് കഴിഞ്ഞ 3 തവണ മത്സരിക്കുകയും മാറി നിൽക്കുകയും ചെയ്ത ആളുകൾക്ക് മറ്റൊരു സ്ഥാനാർത്ഥിയുടെയും പേര് ഉയർന്നു വരാത്ത ഒരു ഘട്ടത്തിൽ മാത്രം, അതും ഇവരെ യുനാനിമസായി തീരുമാനിച്ചാൽ, അതൊക്കെ വളരെ 1, 2 ആളുകളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതൊന്നും സംസ്ഥാന വ്യാപകമായി ഒരുപാട് ആളുകളുടെ അവസരം നിഷേധിക്കുകയോ അല്ലെങ്കിൽ ഈ പഴയ ആളുകളൊക്കെ വീണ്ടും രംഗത്ത് വരികയോ ചെയ്യുന്ന ഒരു കാര്യമല്ല. വളരെ വിരലിലുണ്ടാവുന്ന ആളുകൾക്ക് മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഖ്യമന്ത്രിയെ ആണും പെണ്ണും കെട്ടാറുണ്ട്. യൂത്ത് ലീഗ് പോലെ സംസ്ഥാനം അതിനെ പ്രതികരിക്കുന്നതാണ്. അതൊക്കെ അടഞ്ഞ അധ്യായമാണ്. ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് തന്നെ അതിനകത്ത് മറുപടി പറഞ്ഞു. മാത്രമല്ല, ഈ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ഓരോറ്റ പ്രസ്താവനയിലും അദ്ദേഹം അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതായത് NK പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ചു. അതുപോലെ തന്നെ ഒരു ബിഷപ്പിനെ ആക്ഷേപിച്ചു. ഒരു മാധ്യമപ്രവർത്തകനെ, മാതൃഭൂമിയുടെ മാധ്യമപ്രവർത്തകനെ ആക്ഷേപിച്ചു. ബഹുമാനപ്പെട്ട NK പ്രേമേന്ദ്രനെ ആക്ഷേപിച്ചു. നജീബ് കാന്തപുരത്തിനെ നിയമസഭയിൽ ആക്ഷേപിച്ചു. ഈ ആക്ഷേപങ്ങളിലൊന്നും മുഖ്യമന്ത്രി എന്താ പറയുക, ഒരു ലെവലേശം അതിനകത്തൊരു കുറ്റബോധവുമില്ലാതെ അത്തരം നിലപാടുകളുമായി പോയ ഒരു മുഖ്യമന്ത്രിക്ക് മാതൃകയാണ് മുസ്ലിം ലീഗ്. ആ നിലപാട് മാതൃകയാക്കാൻ CPM-ന് സാധിക്കുമെന്നുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കേണ്ടത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. സംസ്ഥാന പ്രസിഡന്റും അതുപോലെ തന്നെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഒക്കെ പറഞ്ഞൊരു കാര്യത്തിൽ എന്നോട് അഭിപ്രായം തന്നെ നിങ്ങൾ ചോദിക്കാൻ പാടില്ല. അല്ല, അതന്നെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ അഭിപ്രായം പറഞ്ഞ കാര്യത്തിൽ പിന്നെ നമ്മളൊരു അഭിപ്രായം പറഞ്ഞ്
ആ വിഷയം വീണ്ടും നിങ്ങൾ ഈ മുഖ്യമന്ത്രിയെ 4 ചീത്ത വിളിക്കണം, ഞാനും കൂടി ചീത്ത വിളിക്കണം എന്നാണോ ആഗ്രഹിക്കുന്നത്? പൊളിറ്റിക്കൽ കറക്ഷൻസ് അറിയാൻ യുവാക്കൾക്കാണല്ലോ കൂടുതൽ. അല്ല, അതാ പറഞ്ഞത്. സംസ്ഥാന പ്രസിഡന്റും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും ഒക്കെ പറഞ്ഞൊരു വിഷയത്തിൽ പിന്നൊരു കമന്റ് കൂടുതൽ പറയുന്നത് അനുചിതമാണ്. ആ ചോദ്യം പോലും അനവസരത്തിലാണ്. കോൺഗ്രസ് ശബരിനാഥിനെയൊക്കെ മത്സരിക്കാനാകുന്നുണ്ട് കോർപ്പറേഷനിലേക്ക്. ഇറങ്ങുന്നുണ്ടോ? ഞാൻ കോർപ്പറേഷനിലല്ലല്ലോ. എനിക്ക് കോർപ്പറേഷനിൽ പഞ്ചായത്തിൽ മത്സരിക്കാറുണ്ടോ? പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കും. എന്താ സംശയം? പാർട്ടി ഇപ്പൊ പഞ്ചായത്തിലേക്കാണ് മത്സരിക്കാൻ പറഞ്ഞെങ്കിൽ പഞ്ചായത്തിൽ മത്സരിക്കും. അത് ശബരിനാഥൊക്കെ എടുത്ത തീരുമാനം നല്ല തീരുമാനമാണ്. അതൊരു അച്ചടക്കമുള്ള ഏത് പാർട്ടി പ്രവർത്തകരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പാർട്ടി ചുമതലപ്പെടുന്ന ഏത് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഈ അബ്ദുൾ റഹ്മാനെതിരെ അടുത്ത പ്രാവശ്യം മത്സരിക്കും. അതൊക്കെ പാർട്ടിയല്ല തീരുമാനിക്കേണ്ടത്. പാർട്ടി തീരുമാനിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാവുന്നതാണ്. അബ്ദുൾ റഹ്മാനെതിരെ കുറച്ച് കൂടുതലുണ്ട്. അതിപ്പോ സി പി എം താങ്ക് യു.